ഹലോ സഹോദരങ്ങളെ, എന്നാണ്ട് വിശേഷം? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്ന ഇതിലൊക്കെ ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. എന്നിട്ട് നിങ്ങളോട് പറയാമെന്നോർത്ത്. കുറേ പേര് ഹൗസ് മെയ്ഡ്, ജോലിക്ക് വേണ്ടിയിട്ട് ബേബി സിറ്റർ, ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് CV അയച്ച് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഞാൻ ഒരാൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തോളും കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ എനിക്ക് ഇപ്പം ജോലി കിട്ടിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻറ്റിലൂടെയെങ്കിലും ഒന്ന് പറഞ്ഞറിയിക്കണം. ഈ ഓരോരുത്തർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒറ്റയടിക്ക് ആളുകൾ വേണമെന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ സഹോദരങ്ങളെ. ഇത് നമ്മൾ പൈസ മേടിച്ചൊന്നും ചെയ്യുന്ന ട്രാവൽസ് പോലൊന്നും അല്ലല്ലോ. അതങ്ങനെ എൻ്റെ വീഡിയോയിൽ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് പറഞ്ഞു, സിംഗുമ എനിക്കൊരാളെ ആവശ്യമാണെന്ന് റെഡിയാക്കി തരണമെന്ന് പറയുമ്പോൾ ഞാൻ 2-3 പേരുടെ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്ത് വെക്കുമ്പോൾ അവരൊരു ഈ ആളെ മതിയെന്ന് പറയുന്നതാണ് ഞാൻ അങ്ങോട്ട് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെ വിളിച്ച് കണക്ട് ചെയ്ത് സെറ്റ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പം എനിക്ക് അയച്ചിരിക്കുന്ന 1-2 പേർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അങ്ങനെ ചാൻസ് ഇപ്പോൾ സ്കൂളൊക്കെ അവധിയായതുകൊണ്ടാണ് ചാൻസ് കുറവ് വരും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത് വരുന്നത് പിന്നെ ആണുങ്ങളെല്ലാം ഇഷ്ടം പോലെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ, അങ്ങനെ നിങ്ങൾ എനിക്ക് ഇട്ട് തന്നിരിക്കുന്നത് അതിവിടെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളവരെ വിളിക്കും. അതെല്ലാം ഞാൻ ആ മെയിൽ ID നിങ്ങൾ എനിക്ക് മെയിൽ ID ഞാൻ തന്നിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. അതൊരു കമ്പനിയിലേക്ക് വേണ്ട ആളെ, ഇതിന് മാത്രം ആളെയൊന്നും വേണ്ട, കുറച്ച് ആളെ മതി. നിങ്ങൾ ഇഷ്ടം പോലെ പേര് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല കേട്ടാ. കുറച്ച് പേരൊക്കെ എടുക്കത്തുള്ളവർ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഇത് നമ്മൾ ട്രാവൽസ് ഒന്നും നടത്തുമല്ല. പിന്നെ വേറെന്താ പറയാനുള്ള കാര്യം, പിന്നെ മാരേജ് ബ്യൂറോ ഇപ്പം നടത്തുന്നിടത്തുള്ള ഒരു രസം കേട്ടണേ. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ നിങ്ങളുടെ പൈസ രജിസ്ട്രേഷൻ പറഞ്ഞ് ഇതിനകത്ത് വീഴ്ച എടുക്കുന്നതിനോട് വലിയ അങ്ങനെ പറ്റിച്ചെടുക്കേണ്ട താല്പര്യമില്ല. എനിക്ക് പറയാനുള്ള കാര്യം, ഒരു ജോലി ഇല്ലാത്ത ഒരാളും എനിക്ക് ഇതിനകത്ത് വരരുത് കേട്ടോ. അതായത് മാരേജ് ബ്യൂറോയിലേക്ക് നിങ്ങൾ ഒരു ജോലിയും ഇല്ലാത്ത, എനിക്ക് ഒരു പെൺകുട്ടിയെ ആലോചിച്ചാണ്, ആൺകുട്ടികളാണ് കൂടുതലും വരുന്നത്. ഒരു ജോലി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഞാൻ ഒരു പെണ്ണിനെ സജസ്റ്റ് ചെയ്ത് തരും? നിങ്ങൾ തന്നെ പറ. ഞാനൊരു ജോലി ഇല്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കാൻ തയ്യാറല്ല. എൻ്റെ മക്കളെ കല്യാണം ചെയ്ത് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പം അതേ മനോഭാവമുള്ള അമ്മമാരായിരിക്കുമല്ലോ അവരുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നത്. അല്ലെ അതേപോലെ ചിന്താഗതിയുള്ള എൻ്റെ പെൺപിള്ളേർ ജോലി ഇല്ലാത്ത ഒരാളെ വിവാഹം ചെയ്യാൻ തയ്യാറില്ല. അപ്പം അതുപോലെ ആയിരിക്കുമല്ലോ മറ്റ് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് തരാം എന്ന് പറഞ്ഞ് രജിസ്ട്രേഷൻ ഫീസൊക്കെ മേടിച്ചെടുക്കുക. അത് തെറ്റാണ്. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പേടിയാണ്, കർമ്മത്തെ പേടിയാണ്, അനുഭവിക്കാൻ അനധികൃതമായി 10 രൂപ ഞാൻ വല്ലവരുടെയും കള്ളം പറഞ്ഞ് മേടിച്ചാൽ അതൊരു പക്ഷേ എനിക്ക് 8ൻ്റെ പണി കിട്ടുമെന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ ആലോചനയോട് താല്പര്യമില്ല. എനിക്ക് ജോലിയുള്ളവർ മതി, അല്ലെങ്കിൽ ബിസിനസ് ഉള്ളവർ മതി. ഒരു പെണ്ണിനെ പോറ്റാൻ പൂർണ്ണമായും കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ എൻ്റെ ബ്യൂറോയിൽ വരാവുള്ളൂ. അല്ലാത്തവർ എനിക്ക് വേണ്ട, കാശും വേണ്ട. എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാം, നിങ്ങളെ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് മേടിച്ച് കാശ് പറ്റിക്കാം, അത് വേണ്ട. ജോലിയുള്ളവരെ മതി. പിന്നെ ജോലിയില്ലാത്തവരെ ഞാൻ കൊടുത്തിട്ട് എനിക്ക് ചീത്ത കാരണം, സിംഗുമ എന്താണ് അവന് ജോലിയൊന്നും ഇല്ല, അവൻ കള്ളത്തരം പറഞ്ഞാണ് സിംഗുമ അത് എന്നൊന്നും എൻ്റെ അടുത്ത് പറയും. നിങ്ങൾ അന്വേഷിച്ചോണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട്. ഒരുപാട് കല്യാണക്കാരും വരുന്നുണ്ട്, കല്യാണ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ബഹ്റൈൻ, ഖത്തർ, അവിടെയൊക്കെ പെർമനൻ്റ് ആയിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ പേര്, ഞാനൊരു കാര്യം ചെയ്യും, എൻ്റെ ഒരു അഭിപ്രായം പറയും, ക്രിസ്ത്യൻ ഒത്തിരിയുണ്ട്. എനിക്ക് ക്രിസ്ത്യൻ ഒത്തിരി കല്യാണക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഹിന്ദുസും അത്യാവശ്യം നല്ലവരുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ ജാതിയൊക്കെ നോക്കിയിരിക്കുന്നത്? ഞാനെല്ലാം മാച്ച് ചെയ്ത് നോക്കുവേ. എൻ്റെ ഇത് കിട്ടിയിരിക്കുന്നത് എൻ്റെ അടുത്തില്ല. ഞാൻ ദൈവമേ നല്ല മിടുക്കി പെണ്ണ്, നല്ല മിടുക്കം ചെറുക്കണം, ദൈവമേ ഒരു 2 മതത്തിലായി പോയല്ലോ. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് സത്യമായിട്ട്. ബോർ പറഞ്ഞു, നിനക്ക് വേറെ പണി, രാത്രിയിലാണ് ഞങ്ങൾ മാച്ചിങ് നോക്കുന്നത്. അപ്പോൾ ദൈവമേ ഞാൻ പറഞ്ഞു, ഇത് നോക്കിക്കപ്പം ആ കുട്ടിക്ക് നന്നായിട്ട് ചേരുമായിരുന്നു, അങ്ങോട്ട് ചെല്ല്, അച്ഛാമാരെ ഓടിച്ചു വിടുമെന്ന് പറയും എന്ന് പറയാൻ മനസ്സിലായ. അതുപോലെ നായേഴ്സ് ഒത്തിരിയുണ്ട്, ഈഴവസാണ്, നായേഴ്സും ഉണ്ട്, ഈഴവാഴ്സ് കൂടുതലുണ്ട്. ഞാൻ കേട്ടിട്ട് നായന്മാർ, നമ്മളെ ഹിന്ദുക്കൾ തമ്മിൽ എന്തിനാണ് അപ്പം ഈ ജാതി മത വ്യത്യാസമൊക്കെ? ഈ ക്രിസ്ത്യനായ പുള്ളിക്കാരൻ്റെ കൂടെ ഈ ഹിന്ദുവായ ഞാൻ എത്ര മനോഹരമായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കത് അറിയാൻ പറ്റും, എന്തൊരു സുഖമാണ്. നമ്മൾ അവരെ ഒരു മതമൊന്നും നോക്കൊണ്ട് ഒരു കാര്യവും സത്യത്തിലില്ല. മുസ്ലിംസിനോട് ഇത് പറയുന്നേ ഇല്ല, എന്ത് തല്ലല്ലേ അത് ഞാൻ പറയുന്നത്. ഹിന്ദുക്കളോടും ഈ ക്രിസ്ത്യൻസിനോടും ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾ ഇതിൽ പോപ്പ എത്ര കല്യാണങ്ങൾ നടക്കും, നിങ്ങൾ എന്തിന്? ഒരു സ്ഥലത്ത് കൃഷ്ണനും ഇരിക്കട്ടെ, ഒരു സ്ഥലത്ത് ഉണ്ണേശും ഇരിക്കട്ടെ,
അവരവരുടെ വിശ്വാസത്തിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ തപ്പി തമ്മിൽ തല്ലില്ലേ. പുള്ളി ഇവിടെ മെഴുകുതിരി എത്തിക്കുമോ, ഞാൻ അപ്പുറത്ത് പോയി നെയ്വിളക്കിട്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കും. എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വിശ്വസിച്ച് വന്നാൽ മതി. ഞാനിതേ നിങ്ങളിനി സിംഗിൾ മാരേജ് ബ്യൂറോ ഞങ്ങൾ ഇതിനകത്ത് ഒരു ആലോചനയ്ക്ക് വന്നെന്ന് പറഞ്ഞാൽ നീ ഞങ്ങളെ പിന്നെ മിക്സ് ആക്കാൻ നോക്കണ്ട, ഇന്റർകാസ്റ്റ് ഒന്നും ആക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തല്ലാവരല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളു. നിങ്ങളുടെ എനിക്ക് എന്തോ പറയാനൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് പറയുവാണ് എൻ്റെ ചക്കരകളെ. ഏതവനാണ് ഈ ജാതി കണ്ടുപിടിച്ചത്? എല്ലാത്തിനും ഒരു ജാതിയിൽ അങ്ങോട്ട് പോരരുത്. എന്തൊരു പാടാണ്. ഞാനിപ്പോൾ മാച്ചിങ് ചേർത്തോണ്ട് ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഇവര് വരെ ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ നടക്കും. ഈ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ എല്ലാം ഓക്കെ ആവും, ഈ ഹിന്ദുസിൻ്റെ ഇനി ഇപ്പം കൊണ്ടുവരും ജാതകം കൊണ്ട്. എൻ്റെ ചക്കരകളെ, ഞാൻ എൻ്റെ ആദ്യ വിവാഹമില്ലേ 10ൽ 10 പൊരുത്തമാണ്. 10 ദിവസം ഞങ്ങൾ നല്ലപോലെ ജീവിച്ചിട്ടില്ല. ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് മനസ്സിലായിരുന്നു 10 പൊരുത്തം കണ്ട ജോത്സ്യരെ കണ്ട അവനെ ഓടിച്ചിട്ട് വെട്ടിയത് കേട്ട. സത്യമായിട്ട് ഓത്ര എനിക്ക് ഭ്രാന്ത് വന്നായിരുന്നു. അതുകൊണ്ട് ഈ പൊരുത്തം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിനകത്ത് പറയണേ. ഞാൻ ഒരു വിശ്വാസം എനിക്കതിലില്ല കേട്ടോ. ചൊവ്വാദോഷവും പൊരുത്തവും എന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. എനിക്ക് ദൈവവിശ്വാസമുണ്ട്. ഈ അനാവശ്യ വിശ്വാസങ്ങൾ പുലർത്തുന്നത് കൊണ്ടാണ് ഹിന്ദുസ് എല്ലാം ഇങ്ങനെ നിന്ന് പോകുന്നതെന്ന് ഞാൻ പറയും. 40, 45, 47 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത ആളുകളുടെ തുരുതുരാ ബഹളം, കൂടുതലും ആണുങ്ങളാണേ. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് വേറെ കാര്യമുണ്ട്. നിങ്ങൾ കുടുംബമഹിമ മറ്റേ അടുത്ത് ഞങ്ങളെ പണ്ട് ആനപ്പുറത്തിരുന്നേട് ഞങ്ങൾക്ക് അങ്ങനത്തെ തന്നെ ഫാമിലി വേണമെന്നിരിക്കും. പിള്ളേരുടെ കല്യാണം നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില പിള്ളേർക്കെല്ലാം അമ്മ ചേച്ചിയെ ഞങ്ങൾക്ക് കല്യാണം വേണമെന്നുണ്ട് ചേച്ചി. ദൈവമേ, ഇനി വീട്ടിൽ നിന്നേ പപ്പ വിളിച്ച് പറയും ചിലപ്പോൾ അങ്ങനത്തെ ആൾ വേണം, ഇങ്ങനത്തെ ചേച്ചി അങ്ങനെ എല്ലാം ഉള്ള ആളെന്ന് പറഞ്ഞൊരു ഒരു കല്യാണം നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് 1-2 പിള്ളേർ എന്നെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ അവരോട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇതൊക്കെ. അവർ കണ്ട പിള്ളേരുടെ ഉള്ളിലൊക്കെ ഉണ്ട് ഇത് ചിന്ത, പക്ഷെ എതിർത്ത് പറയാൻ പറ്റുന്നില്ല അവർക്ക്. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ ചക്കരകളെ, അനാവശ്യമായിട്ട് ഞങ്ങൾക്ക് എന്തിനാണ് ഈ മതം ഏതവനാണ് കണ്ടുപിടിച്ച ദൈവമേ? ഒരു ദൈവം പോരായിരുന്നു ഈ നമുക്കൊക്കെ അല്ലേ? എന്തിനീ പല മതങ്ങളൊക്കെ സൃഷ്ടിച്ച് വെച്ച് അത് കഷ്ടമായിപ്പോൾ. എന്തായാലും അങ്ങനെ ഒത്തിരി ഇതൊക്കെ എനിക്ക് ഞങ്ങളെല്ലാം രാത്രി വെച്ച് നോക്കും. ദൈവമേ, ഹിന്ദുവിൽ നല്ല സുന്ദരിയായ അടിപൊളി ഒരു പെണ്ണ്, ക്രിസ്ത്യാനി എടുത്ത് നോക്കുമ്പോൾ നല്ല സൂപ്പർ രണ്ടുപേരും തമ്മിൽ നല്ല ജോഡി. ഈശ്വര, പക്ഷെ രണ്ടുപേരെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. നിസ്സഹായ അവസ്ഥയിലായി പോകുന്നു. അങ്ങനെ മുസ്ലിംസ് വളരെ ഓവറായിട്ട് വന്നിട്ടില്ല, കുറച്ചേ വന്നിട്ടുള്ളൂ. പിന്നെ ദുബായിൽ തന്നെ ഖത്തറിൽ ഉള്ള കുറേ ആലോചനകളുണ്ട്. ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്. ഇനിയും വരട്ടെ അവിടെ നിന്ന്. കാരണം മാച്ച് ചെയ്യാൻ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വെയിറ്റിങ്ങിലാണ്. നല്ല പെൺകുട്ടികളും ആൺകുട്ടികളും ഖത്തറിൽ നിന്നൊക്കെ ആലോചന വന്നിരിക്കുന്നത്. ബഹ്റിൽ നല്ല ആൺകുട്ടികളും വന്നിരിക്കുന്നത്. ദുബായിലും ഫോറിൻസിൻ്റെയൊക്കെ നല്ല ഇവിടെ ഈ അറബി നാടുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളിൽ നിന്ന് നല്ല നല്ല ബന്ധങ്ങൾ ഒരുപാട് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ. പിന്നെ US നിന്നൊക്കെ കുറേ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഒരു ആഗ്രഹത്തിന് അനുസരിച്ച് ഒരാളെ വേണമല്ലോ കൊടുക്കാൻ. അതുപോലെ തന്നെ ഞാൻ കല്യാണം നടത്തുമ്പോൾ 1-2 കല്യാണം വേഗം നടക്കട്ടെ, എമർജൻസി ആയിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നത്തെ ഒരു കാര്യം, ആദ്യമായിട്ട് നടക്കുന്ന കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് എവിടെ അതായത് നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ആദ്യമായിട്ടൊരു കല്യാണം നടക്കുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ ആണെങ്കിലും ക്രിസ്ത്യാനിൻ്റെ ആണെങ്കിലും മുസ്ലിമിൻ്റെ ആണെങ്കിലും ഞാനതിന് പോയിരിക്കും. ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് പോയിരിക്കും, ഉറപ്പായ കാര്യമാണ്. അതെൻ്റെ ഒരു ആഗ്രഹം. ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാൻ എനിക്ക് പോവുകയും ചെയ്യണമെന്നൊരാഗ്രഹമാണ്. ചിലപ്പോൾ നിങ്ങളുടെ എല്ലാം ഇതിലൂടെ കല്യാണം നടന്നാൽ എല്ലാം അവരുടെ കല്യാണം ഞാൻ ഇതിനകത്ത് വീഡിയോ ഇട്ടിടും. ഇതൊരു വ്യത്യസ്ത തരമായിരിക്കും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. എന്നോട് ഒരുപാട് 1-2 ഇത് വന്ന് സംസാര വിശേഷിയില്ല, ചെവി കേൾക്കത്തില്ല, അങ്ങനെ വന്നു. പിന്നെ ക്രിയാറ്റിൻ്റെ അളവ് വളരെ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞു. ക്രിയാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. വൃക്കയുടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അത്. അപ്പോൾ അതൊക്കെ കുറവാണ്, ഗുളിക കഴിച്ച് മാറിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ 1-2 ആലോചനകൾ വന്ന്. അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചു. എനിക്ക് അങ്ങനെയുള്ളവരെയൊക്കെ കെട്ടാൻ താല്പര്യമായിട്ടൊരു ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മുന്നിലേക്ക് വരണം. അങ്ങനെ ഒരു മഹാമനസ്കത, ആ മഹാമനസ്കത ഉള്ളവർ ഈ ഭൂമിയിലുണ്ട്. സംസാരശേഷിയില്ല, കേൾവിശേഷിയില്ല, അങ്ങനെയുള്ള ആലോചനകളും വരുന്നുണ്ട്. മനസ്സിലായ? പിന്നെ അയ്യോ, ഇന്നലെ രാത്രി ഒരുത്തൻ എനിക്ക് എവിടുന്ന ബഹറിൽ നമ്മുടെ ഒരുത്തൻ ഇട്ടിരിക്കുന്നത്, ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലേ, പിന്നെ 45 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് ആർക്കെങ്കിലും 60 വയസ്സിലും 45 വയസ്സിനും ഇടയ്ക്കൊക്കെ ഉള്ള ആർക്കെങ്കിലും ഒറ്റപ്പെട്ട് പോയവർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആലോചന വന്നാൽ ഞാൻ ആലോചന നിങ്ങൾ ആണാലും പെണ്ണാലും ഇടാൻ പറഞ്ഞില്ലേ.
അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ട ഒരാളല്ല. എനിക്ക് 45 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ബോബനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ ആ ഏകാന്തത എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടാണ് എനിക്ക് ബോബനെ കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ, പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. എനിക്ക് അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ തമ്മിൽ ചേർപ്പിച്ച് കൊടുത്താൽ പുണ്യം കിട്ടും. അപ്പോൾ ഞാനോർത്ത് അങ്ങനെയുള്ളവരുണ്ടെങ്കിലും നമുക്കത് സെറ്റാക്കി കൊടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നലെ അതാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതിൽ ചൊല്ലി വന്ന നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ വേദന അറിയത്തുള്ളൂ. ഞാനത് അനുഭവിച്ചിട്ടുള്ളൂ, എൻ്റെ ബോബനും അനുഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ വന്നാൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. പിന്നെ വേറെ പറയാനുള്ള ഒരുത്തൻ തന്നെ രാത്രി ഇടിക്കണം. അവൻ എന്താണ് എൻ്റെ കയ്യിലോട്ട് കിട്ടിയ ഇടിക്കും ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുവാണേ. ഇതേ മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം. എടുത്ത പോവേ. ഹലോ ചേച്ചി, നമസ്കാരമുണ്ട്. 1-2 വട്ടമായി യൂട്യൂബിൽ വീഡിയോ ഞാൻ കാണുന്നത്. മാരേജ് ബ്യൂറോ തുടങ്ങിയില്ലേ? ഓക്കെ. ഒരു 2ാം കെട്ടുകാരനാണ്, മുസ്ലിമാണ്. ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അവരവരുടെ വീട്ടിലാണ്. അവർക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ വീടുള്ളത് സെക്കൻഡ് മാരേജ്. എനിക്ക് 40 വയസ്സാണ്. സ്വന്തമായിട്ട് വീടുള്ളതായിരിക്കണം. വേറെ ഡിമാൻഡൊന്നുമില്ല. ജാതി മതമൊന്നും പ്രശ്നമില്ല. ഓക്കെ. അപ്പം എങ്ങനെ കാര്യങ്ങൾ വെച്ചാൽ പറയൂ. ഓക്കെ, പ്ലീസ് ഹെൽപ്പ്. പിന്നെ ഞാൻ നാട്ടിൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിലാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന ബഹ്റൈനിലാണ്. ഓക്കെ. അപ്പോൾ നോക്കിയിട്ട് പറയും. കേട്ടാ? നിങ്ങൾ കേട്ടാ മുഴുവൻ? എൻ്റെ ഭാര്യയ്ക്കും ഒരു ഭാര്യയും 2 മക്കളും. അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. എനിക്കൊരു 2ാം കല്യാണം കൂടെ വേണമെന്ന്. അപ്പോൾ അവൻ്റെ വാട്സപ്പിൻ്റെ അടുത്തുണ്ട്. അവനെ ഞാൻ ഈ വീഡിയോ അയച്ചു കൊടുക്കും. ശരിക്കും സഹോദര, നീ ഇങ്ങോട്ട് ആ പറഞ്ഞ സംസാരത്തിനനുസരിച്ചുള്ള മറുപടി തരാനുള്ള എനിക്കറിയാൻ വേണ്ടല്ല. ഞാൻ ഇപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മറ്റുള്ളവർ എന്നെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്താ പറയുക, മോശമായ രീതിയിൽ സംസാരിച്ച് നിന്നെ ഞാൻ ഇൻസൾട്ട് ചെയ്യാത്തത്. നീ എന്താണ് ധരിച്ചിരിക്കുന്നത്? എന്താണ് നീ ധരിച്ചിരിക്കുന്നത്? ഒരു ഭാര്യയെ വെച്ചിട്ട് വേറൊരു ഭാര്യയെ കല്യാണം കഴിക്കാമെന്ന് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനൊരു നിയമം ഉണ്ടാ? എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിന് കറക്റ്റായിട്ട് മറുപടി വെറും നിൻ്റെ രീതിയിൽ എനിക്ക് പറയാൻ അറിയാം. അത് എൻ്റെ സംസ്കാരം അനുവദിക്കാത്തതുകൊണ്ട് പറയാത്തതാണ്. കാരണം ഒരുപാട് നല്ല വിദ്യാസമ്പന്നരും നല്ല നല്ല ആൾക്കാരും കാണുന്ന വീഡിയോ ആണ്. ഫാമിലിയായിട്ട് നല്ല ഇഷ്ടത്തോടെ വന്നിരുന്ന് കാണുന്നൊരു വീഡിയോ ആണ് എൻ്റെ വീഡിയോ എന്ന് എനിക്ക് ശരിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ പോലും നീ സംസാരിച്ച തറ സംസ്കാരത്തിൽ സംസാരിക്കാത്തത് കേട്ടോ. ഇനി മേലാൽ ഇത്തരം മനോഭാവത്തോടുകൂടി എൻ്റെ വാട്സപ്പിലോ എൻ്റെ ഇതിലോ ഒന്നും നീ വരാനേ പാടില്ല. വന്നാൽ എന്ത് ചെയ്യുമെന്ന് നീ കണ്ടോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക സഹോദരങ്ങളെ. ഇതാണ് അവനിത് സെൻഡ് ചെയ്ത് കൊടുക്കും. ഒന്ന് ആലോചിച്ച് കിട്ടാൻ ഞാനത് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞേ. അപ്പോൾ തന്നെ ബോബൻ വയലൻ്റ് ആയിപ്പോയി. ബോബനൊക്കെ കേട്ടോണ്ടിരിക്കും എൻ്റെ അടുത്തിരുന്ന്. അപ്പോൾ വയലൻ്റായിട്ട് ഞാൻ പറഞ്ഞ വയലൻ്റ് ആകട്ടെ. അവനോട് ഞാൻ പറഞ്ഞു കാരണം എൻ്റെ അഡ്രസ്സ് കിട്ടുവാണെന്ന്. ഞാൻ പറഞ്ഞു നീ രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് ഇത്ര ഇന്ന നിയമങ്ങളുണ്ട്, ഞാനൊരു ഫോർമാറ്റ് തരാം, അത് പൂരിപ്പിച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ രജിസ്റ്റർ ചെയ്തില്ല. എൻ്റെ നമ്പറുണ്ട്, ചോദിച്ചാൽ ആര് ചോദിച്ചാലും ഞാൻ തരാം കേട്ടോ. നമ്പറുണ്ട്, എൻ്റെ വാട്സപ്പിൽ അവൻ്റെ നമ്പർ താന്ന് ചോദിച്ചാൽ തരാം. പട്ടാമ്പിക്കാരനാണെന്ന് പറഞ്ഞു. അത് മുഴുവൻ കേൾപ്പിച്ചില്ലേ ബാബേത്? പട്ടാമ്പിക്കാരനാണെന്നാണ് പറഞ്ഞത്. മുസ്ലിമാണെന്നും പറഞ്ഞു. എന്തൊരു അഹങ്കാരമെന്നും ആലോചിച്ച്. സത്യമാണെന്ന് അറിയത്തില്ല. അത് നമുക്ക് നാട്ടിൽ നോക്കാൻ പറ്റും. നമുക്ക് ഇവിടെ നോക്കാൻ പറ്റില്ലെങ്കിലും നാട്ടിലോട്ട് ആ നമ്പർ അയച്ചു കൊടുത്താൽ അത് നോക്കാൻ പറ്റും. നോക്കി പറഞ്ഞു തരാനുള്ള ആളുകളുണ്ട് നമുക്ക്. നാട്ടിലെ നമ്പരാ അത്. നാട്ടിലെ നമ്പർ അവൻ ഇവിടെ ബഹറിലെങ്ങാണ്ടുള്ളതാ. അവൻ്റെയൊക്കെ കൂടെ ഭാര്യമാര് നിൽക്കും. ഒരു ഭാര്യയൊന്നും പറ്റത്തില്ല അവന്. ഇനി അവിഹിതമാണെങ്കിലും ഒരാളിലും 2 ഒന്നും അവന് ഒതുങ്ങത്തില്ല. 40 വയസ്സേ ആയിട്ടുള്ളൂ. എൻ്റെ പൊന്നെ, അങ്ങനത്തെ വൃത്തികെട്ട ആളുകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതൊക്കെ പോട്ടെ, എനിക്ക് പറയാനുള്ള ഇപ്പോൾ ഇത് നിങ്ങൾ ഇതിനൊരു കമൻറ്റ് ഇട്ടോണം കേട്ടോ. അവൻ ഈ വീഡിയോ കാണും, അവൻ ഞാൻ അയച്ചു കൊടുക്കും. ഈ വീഡിയോ കാണും, അവന് നല്ല 1ാം തരം കമൻറ്റ് ഇട്ടോണം നിങ്ങൾ കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെ സഹോദരങ്ങളെ,
ജോലി ഇല്ലാത്തവർ, ജോലിയില്ലാത്തവർക്ക് ഞാൻ എവിടെ നിന്നൊരു ആലോചന ഉണ്ടാക്കി കൊടുക്കും. മറ്റ് മാരേജ് ബ്യൂറോ പോലെ ഇരിക്കും. എനിക്കൊരു സേവനം കൂടിയാണിത്. അപ്പോൾ എനിക്കൊരു കാരണവശാലും എനിക്ക് ജോലിയില്ലാത്തവരെ ഞാൻ ഇതിനകത്തോട്ട് ഒരു എന്താ പറയുന്ന, ഞാനൊരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല. അത് ശരിയല്ലല്ലോ. എനിക്കൊരു പക്ഷേ നിങ്ങൾ പൈസ തരുമായിരിക്കും, അത് ശരിയാകത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. വെറുതെ പറ്റിക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ജോലിയില്ലാത്തവർ ഒരു കാരണവശാലും ഇതിനകത്ത് വരരുതെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ജോലിയുള്ളവരെ മതി എല്ലാവർക്കും. എല്ലാവരുടെയും വരുമാനത്തെയാണ് നോക്കും. രണ്ടുപേർക്കും വരുമാനം ഉണ്ടെങ്കിലേ ഇന്ന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഇതിപ്പോൾ ഞാൻ എൻ്റെ സിംഗിൾ ബോബൻ എം സിംഗിൾ ബോബൻ വേൾഡ് എന്ന് പറഞ്ഞ ചാനലാണ് ഇത്. മറ്റേ ചാനൽ 1 ലക്ഷം ആകാൻ പോകണം. ഒരു 200 പേര് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ 1 ലക്ഷമാവും. എല്ലാവരും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പടം വരച്ച്, അതായത് മ്യൂറൽ പെയിൻറ്റിങ്ങിലൂടെ കൃഷ്ണനെ വരച്ച് ഒക്കെ തന്നിട്ടുണ്ട് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് കൃഷ്ണഭക്തരായിട്ടുള്ളവരുണ്ടെങ്കിൽ അത് എടുത്ത് സഹായിക്കണം കേട്ടോ. അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കത്തേ ഉള്ളൂ. അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടമ്മയാണ്. അവർക്ക് പിന്നെ അത് ഒരു ഹെൽപ്പാകും. അത് ഞാൻ വിടാം വീഡിയോ. പിന്നെ കുറച്ച് പേരൊക്കെ ഓരോ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഇതിനകത്തിടാം. അവർക്കൊക്കെ നിങ്ങളെല്ലാവരും ഒരു പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ. ഇതിന് മുമ്പിട്ട 1-2 പേരുടെ വീഡിയോയിലിട്ട് അവർക്കൊക്കെ ഒരു ജീവിതമാർഗ്ഗത്തിലേക്ക് അവർ വരുന്നുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ട് അവർക്കൊരു നല്ല ഒരു നേട്ടം തന്നെ ഉണ്ട്. എല്ലാവരും ഒരു കൈത്തിരി ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊരു സന്തോഷമുണ്ട് എനിക്ക്. എല്ലാവരോടും സന്തോഷം. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ, ബൈ ബൈ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരും. ഓക്കെ, ടാറ്റേ, ബൈ ബൈ.